ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ മഴയൊക്കെ കിട്ടി, രാവിലെ നല്ല മഴയായിരുന്നു. അപ്പോൾ പൂക്കളൊക്കെ തന്നെ നല്ല ഹാപ്പിയാണ്, നമ്മളും അതുപോലെ തന്നെ ഹാപ്പിയാണ്. എല്ലാവരും അതുപോലെ തന്നെ ആയിരിക്കും എന്ന് വിചാരിക്കണം. പിന്നെന്താ, ഹൈബ്രിഡ് ചെടികളും അതുപോലെ തന്നെ നാടൻ ചെടികളും ഒക്കെയുള്ള വ്യത്യാസങ്ങളും ഒക്കെ ഇങ്ങനെ കണ്ട് നടക്കുകയുണ്ട ഞാൻ അങ്ങനെ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അരിപ്പൂവൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ മഴ പെയ്താൽ നമുക്കറിയാം തട്ടി ചാടി പോവും. അപ്പോൾ ഇത് മഴ ഇല്ലാത്തൊരു ഭാഗത്താണ് കേട്ടോ ഇങ്ങനെ. പിന്നെ ഇതാ ചട്ടിയിലൊക്കെ വെള്ളം നിറഞ്ഞ് മുളക് ചെടിയൊക്കെ വാടിയിട്ടുണ്ട്. അപ്പോൾ ഹൈബ്രിഡ് എന്ന് പറഞ്ഞാൽ ഈ മഴയത്തൊക്കെ വാടാത്ത കുറച്ച് ചെടികൾ ഈ എന്താ പറയുക കടലാസ് ചെടിയിലൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ട് നടക്കുകയാണ് ഞാൻ കേട്ടോ. അപ്പോൾ ഒന്ന് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചേ. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇപ്പോൾ കണ്ട ഒരു കടലാസ് ചെടി നല്ല രീതിക്ക് മഴയൊന്നും ഒരു പ്രശ്നമില്ല മൂപ്പർക്ക്. അതുപോലെയല്ല മറ്റേ ചെടികളൊക്കെ, ഇത് നല്ല ഫ്രഷായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുപോലെ നമ്മുടെ ഈ ഒരു വിങ്ക പിന്നെ ജറപറ ഒക്കെ പൂട്ട് വരുന്നുണ്ട്. അപ്പോൾ വിങ്കൊക്കെ നമ്മൾ ഈ ഒരു വെള്ളക്കൊക്കെ ചവന്നാറി എന്നല്ലേ പറയാം. അതൊക്കെ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ വിങ്ക പോലെ തന്നെ ഹൈറ്റൊന്നും ഇല്ലാതെ നിൽക്കുന്നതായിരിക്കും. പിന്നെ മഞ്ഞ റോസാപ്പൂവും ഹൈബ്രിഡാണ് കേട്ടോ. പിന്നെ ഇത് ഒരു വെൽവെറ്റ് പോലെ എന്ത് ഭംഗിയല്ലേ ഇത് കാണാൻ. ഇതിൻ്റെ പല ഐറ്റം ഉണ്ടായിരുന്നു ഇവിടെ, ഇപ്പോൾ ഈ 2 സൈസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ മഞ്ഞൊക്കെ ഇതിൻ്റെ അടിയിലൊക്കെ ഉണ്ട്, പൂവ് ഇടുമ്പോൾ നമുക്ക് കാണാം. പിന്നെ ഈ പൂവും വൈലറ്റ് എന്താ പറയുക വള്ളിച്ചെടിയായിട്ട് ഇങ്ങനെ പടർന്ന് നിൽക്കുന്ന ചെടിയാണല്ലോ. എല്ലാം ഇപ്പോൾ ഒന്ന് തളിർത്തൊക്കെ വരുന്നുണ്ട്, പൂക്കളൊക്കെ ഇടാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സന്തോഷം ഞങ്ങൾക്ക് കൂടി ഷെയർ ചെയ്യാൻ കേട്ടോ. അപ്പോൾ വീഡിയോ കണ്ടിട്ട് നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിക്കാനൊന്നും മറക്കരുത്. അതുപോലെ തന്നെ ഒരു കുഞ്ഞു ലൈക്കൊക്കെ ഒന്ന് തന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ജറപറയൊക്കെ എത്ര നനച്ചാലും പൂവിടൂല, അതുപോലെ കാട് പോലെ ഇരിക്കുക എന്നല്ലാണ്ട്. അപ്പോൾ നമ്മുടെ മഴേൻ്റെ ആ ഒരു ശക്തി, മഴേൻ്റെ ആ ഒരു എന്താ പറയുക വളത്തിലേറെ ഉഷാറാണല്ലോ മഴ തട്ടിയപ്പോൾ ഇപ്പോൾ എല്ലാവരും പൂവിടാനൊക്കെ തുടങ്ങി, ഉഷാറായിട്ടൊക്കെ വരുന്നുണ്ട്. അപ്പോൾ വിശേഷങ്ങളും ഒക്കെ എല്ലാവരും പങ്കുവെക്കുമെന്ന് വിചാരിക്കുന്നു. റോസാപ്പൂ ഓരോന്നിമേലും ഉള്ളെങ്കിലും എല്ലാം വ്യത്യസ്തമാണ് കേട്ടോ. നല്ല രസമായിട്ട് തന്നെ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ചുവടൊക്കെ ഒന്ന് നന്നാക്കാമെന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഇറങ്ങിയത്. പൂക്കൾ ഒന്നിലധികം ഒക്കെ ഉണ്ടാവട്ടെ, കുറേ കൂടുതലൊക്കെ ഉണ്ടാവട്ടെ. വളം ചെയ്യുന്ന ഒരു പരിപാടി എനിക്കില്ലാത്തതുകൊണ്ട് തന്നെ എനിക്ക് വലിയ സങ്കടങ്ങളൊന്നുമില്ല. ഒന്നായാലും വലിയ കാര്യം തന്നെയാണ് പൂവിടുമ്പോൾ. പിന്നെ നഷ്ടപ്പെട്ടു പോയി എന്നുള്ള സങ്കടമില്ല കേട്ടോ. ഞാനധികം വളമൊന്നും ചെയ്യാറില്ല അതിനൊന്നും. അതുപോലെ കളയൊക്കെ ഒന്ന് പറിച്ചു കൊടുക്കും. അതുപോലെ തന്നെ ഇതിൻ്റെ ചുവടൊക്കെ ഒന്ന് ഇതുപോലെ എന്തെങ്കിലും എടുത്തിട്ടൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കും, അത്രയൊക്കെ ഉള്ളൂ. വളം ചെയ്യാനൊക്കെ എന്താ പറയുക, വളം ചെയ്യാനിങ്ങനെ ചായപ്പൊടി അതുപോലെ പലതും എടുത്ത് വെക്കും. അതിൻ്റെ ചുവട്ടിലായി കിട്ടൂല എന്ന് മാത്രമേ ഉള്ളൂ. അതിന് എന്തായാലും നമുക്കൊന്ന് ഉഷാറാവട്ടെ എന്നിട്ട് ആ വീഡിയോ ആയിട്ട് വരണ്ട കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോയുമായി വരുന്നവരെ ബായ്.